പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇതിൻ്റെ അവിടുത്തെ പാടാണ്. വർഷത്തിലൊരു വർഷമാണ് എൻ്റെ നാട്ടിൽ കൃഷി ചെയ്യുക. അപ്പോൾ അതിന് മുന്നേ വെള്ളം വറ്റിക്കും, പെട്ടിപ്പറയക്കൂടെയാണ് വെള്ളം വറ്റിക്കുക. അപ്പോൾ ഒരുപാട് മീൻ കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോസ്. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കാണുക. പല രീതിയിലും എൻ്റെ നാട്ടിൽ മീൻ പിടിക്കാറുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഈ പെട്ടിമ്പറ. ഇതിങ്ങനെ കറങ്ങി ഇതിൽ കൂടെ വെള്ളം വരും. അപ്പോൾ വല കെട്ടി കൊടുത്തിട്ടുണ്ടാവും. ഈ വലയിൽ മീൻ ഇഷ്ടം പോലെ കിട്ടും കേട്ടോ. ചില സമയത്താണ് മീൻ കയറാൻ തുടങ്ങിയാൽ ഒരു 5 മിനിറ്റിൽ ഒരു കൊട്ട വെച്ചിട്ട് ഇങ്ങനെ കണക്കിലാവും മീൻ കിട്ടുക. അപ്പോൾ അത്രയധികം മീൻ കിട്ടും. അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ കണ്ടില്ലേ. ഇതാണ് ആ മീൻ പിടിക്കുന്ന വീഡിയോസ്. അപ്പോൾ അവിടുന്ന് വെള്ളത്തിൻ്റെ വാസിൽ മീൻ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും കേട്ടോ. നല്ല രീതിയിലാണ് കയറുക. മീൻ ഇങ്ങനെ ചാകരാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു 5 മിനിറ്റിൽ ഒരു കൊട്ട 2 കൊട്ട ആ രീതിയിലൊക്കെ അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ കൂടുതൽ മീൻ കിട്ടുക പറഞ്ഞാൽ പൂട്ട, പരല്, കോലാൻ ഇങ്ങനത്തെയൊക്കെയാണ് ഇങ്ങനത്തെ വലയിൽ മീൻ കൂടുതലായി കിട്ടുക. ഇപ്പോൾ നിങ്ങളുടെ നാട്ടിൽ പല പേരും പറയുന്നുണ്ടാവും. അപ്പോൾ മീനൊക്കെ കണ്ട് നോക്ക്. കണ്ടില്ലേ, 5 മിനിറ്റ് കൂടുമ്പോഴാണ് ഇപ്പോൾ വല പൊക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ട് സഹായിക്കാൻ. മീൻ കാരണം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു ഞായറാഴ്ച ദിവസം കൂടിയാണ്. അപ്പോൾ അവർക്ക് ഒരു ഹെൽപ്പിങ്ങിനായിട്ട് എല്ലാവരും ഉണ്ട് കേട്ടോ. മീൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലത്തെ വലിയ മീൻ നോക്കി തിരയും കേട്ടോ. തിരഞ്ഞിട്ട് മാർക്കറ്റിൽ കൊണ്ട് ബാക്കിയുള്ള മീനൊക്കെ ഉണക്കാലും നല്ല പൈസ കേട്ടോ. കണ്ടില്ലേ, മീൻ മാർക്കറ്റിൽ കൊണ്ടുപോകാൻ വേണ്ടി തിരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാരിങ്ങനെ തിരയാൻ നിൽക്കുന്നുണ്ട്. ഇവിടെ വന്ന് മേടിക്കുന്നവരുണ്ട്. അവർക്കുള്ള മീനൊക്കെ അവർ തിരഞ്ഞിട്ട് തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ രാത്രിയും പകലും ഒക്കെ തന്നെ ഇട്ട സ്ഥിതി അങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കും. മീൻ വലുത് നോക്കിയിട്ട് മാർക്കറ്റിൽ കയറ്റാനും ചെറുത് ഉണക്കാനും ഒക്കെ യൂസ് ചെയ്യും. അങ്ങനെ ക്യാമറ വേറെ ആളെ കയ്യിൽ കൊടുത്തിട്ട് വന്നിട്ട് ഞാനും സഹായിക്കാൻ കൂടി. ഈ സമയത്ത് ഭയങ്കര തിരക്കൊക്കെ ആവട്ടെ. രാത്രിയും പകലൊക്കെ ആൾക്കാരുണ്ടാവും. കൃഷിക്ക് വേണ്ടിയിട്ട് ഒരു മാസം ഏകദേശം വെള്ളം വറ്റിച്ചെങ്കിലാണ് കൃഷിക്ക് അനുയോജ്യമായ രീതിയിലാവുള്ളൂ. അതുപോലെ തന്നെ സൊസൈറ്റിയാണ്. ഈ സമയത്ത് മീൻ പിടിക്കണമെങ്കിൽ ലേലം ചെയ്യണം കേട്ടോ. ഈ സമയത്ത് ആർക്കും പിടിക്കാൻ പറ്റില്ല. ലേലം ചെയ്തവർക്ക് മാത്രമേ പിടിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ആർക്കും പിടിക്കുക. വലയിടണോണ്ടോ മീൻ പിടിക്കണോണ്ടോ ചൂണ്ടിലിടാൻ ഒക്കെ ചെയ്യുക. അതൊന്നും പ്രശ്നമില്ല. പൂട്ട കണ്ടില്ലേ, പെടക്കണ മീൻ, ഒരു മായില്ലാത്ത മീൻ കേട്ടോ. ഫ്രഷ് മീൻ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഈ പൂട്ട, കോലാനൊക്കെ, പരല്. നിങ്ങളെ നാട്ടിൽ എന്തൊക്കെ പേര് യൂസ് ചെയ്യുന്ന വെച്ചാൽ ഇതിനെ പറയട്ടോ. കമൻ്റായിട്ട് താഴത്ത് അടിച്ചോ. കരിമ്പിടി എന്നൊക്കെ പറയും തോന്നുന്നുണ്ട് ചില സ്ഥലത്തൊക്കെ. അപ്പോൾ എന്താ നിങ്ങളുടെ നാട്ടിലൊക്കെ പറയണമെങ്കിൽ അതിൻ്റെ കമൻറ്റിലൊന്ന് പറയണം കേട്ടോ പേര്. കണ്ടില്ല, മീൻ ഉണക്കാട്ടിക്കട്ടാ. തെരഞ്ഞിട്ട് അതിൻ്റെ ബാക്കിയുള്ള ഉണക്കാട്ടിക്കാണ്. അത്യാവശ്യം ദൂരം വരെ അങ്ങനെ ഉണക്കാട്ടോണ്ടിരിക്കട്ടാ. ഇപ്പോൾ കാക്കകളും ഒക്കെ വന്ന് തിന്നണൊക്കെ ഉണ്ട്. അങ്ങനെ ഞാനും വല ഇങ്ങനെ കുടഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ച എനിക്ക് കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ. മീൻ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെ സംഭവിക്കുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ. മീൻ അങ്ങനെയാണ്, കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നിച്ചുകൊണ്ട് കയറും, അല്ലെങ്കിൽ തീരെ ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ചാകര എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഇപ്പോൾ ചാകരയാണെങ്കിൽ വലയിൽ അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് മുമ്പ് കൊട്ടില്ലെങ്കിൽ നമുക്ക് പൊന്തില്ല. 5-6 ആൾക്കാരുണ്ടായ അടക്കം പൊന്തില്ല, വല ഫുള്ളാവും. പിന്നെ മീനെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ വേഗം പൊക്കിക്കൊണ്ടിരിക്കുന്നത്. 2 മിനിറ്റ് 3 മിനിറ്റൊക്കെ സമയം എടുക്കണമല്ലോ.
കണ്ടില്ല പല്ലാണ്. ഈ ജാതി വലുപ്പത്തിലുള്ളതാണ് മാർക്കറ്റിൽ കൊണ്ടുപോട്ടാ. അങ്ങനത്തെ നോക്കി തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്.